നമസ്കാരം. സ്വന്തം രാജ്യത്ത് ഇങ്ങനെ ഗതികെട്ട ഒരു നായകൻ ലോകത്ത് ഇവിടെ ഉണ്ടാവില്ല. നായകനല്ല, ശരിക്കും വില്ലനാണ്. യുദ്ധക്കൊതിയനായ ട്രംപിനെതിരെ സ്വന്തം ജനപ്രതിനിധി സഭയിലേറ്റ തിരിച്ചടിയുടെ കഥയാണ് US-ൽ നിന്ന് വരുന്നത്. ട്രംപ് നെതന്യാഹുവിനെ തെറിവിളിച്ചതിൻ്റെ വാർത്തയാണ് ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറിൽ നമ്മൾ കേട്ടത്. നെതന്യാഹു എന്നിട്ടും തെറിയേറ്റുവാങ്ങി ഇറാൻ യുദ്ധം തുടരാനുള്ള സമ്മർദ്ദവുമായി നിൽക്കുകയുമായിരുന്നു. തെറി വിളിച്ചത് സ്ഥിരീകരിച്ച് നാട്ടുകാരോടും പറഞ്ഞു ട്രംപ്. അയാൾ ഭ്രാന്തനാണ്, അയാൾ വെറും ഭ്രാന്തനല്ല, യുദ്ധഭ്രാന്തനാണ് എന്നതാണല്ലോ വാസ്തവം, യുദ്ധ കുറ്റവാളി. എന്നാൽ അയാൾക്കൊപ്പം ഇറാനിലെ യുദ്ധത്തിന് ഇറങ്ങി ട്രംപിനുണ്ടായ ദുഷ്പേരും അമേരിക്കയ്ക്കുണ്ടായ തിരിച്ചടിയിലും ഉണ്ടാക്കിയ നഷ്ടം അപരിഹാര്യമാണ്. ഏറ്റവും ഒടുവിൽ US ഹൗസിലെ വോട്ടെടുപ്പിൽ സ്വന്തം പാളയത്തിൽ നിന്നുള്ള വിശ്വസ്തർ പോലും ട്രംപിനെ കാലുവാരി. ഇറാൻ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ ആ ഒരു ഡെവലപ്മെൻറ്റിൽ ട്രംപിന് US ഹൗസിൽ വോട്ടെടുപ്പിൽ തിരിച്ചടിയേറ്റ കഥ ഉണ്ടായിരിക്കുന്നു. ഏറ്റവും അവസാനം കുവൈത്തിലെ US വ്യോമത്താവളത്തിൽ ഇറാൻ്റെ കനത്ത തിരിച്ചടിയും കൂടി ഏറ്റതോടെ US സ്തംഭിച്ച് നിൽക്കുകയാണ്. ഗതികെട്ട ട്രംപ് ഇനി എന്തു ചെയ്യും? നമുക്ക് വിശദമായി നോക്കാം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന് വ്യക്തമായിരുന്നു: അമേരിക്കയെ അനാവശ്യ വിദേശ യുദ്ധങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക എന്ന്. വാർ പവർ റെസൊല്യൂഷൻ എന്ന മുദ്രാവാക്യത്തിന് പിന്നിലെ രാഷ്ട്രീയ ശക്തിയും അതായിരുന്നു. എന്നാൽ ഇന്ന് ഇറാൻ യുദ്ധത്തിലൂടെ ട്രംപ് US-നെ ഒരു ഊരാക്കുടുക്കിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇറാനെതിരെ ശക്തിപ്രകടനം നടത്താൻ ആരംഭിച്ച സൈനിക നീക്കം ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിന് ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറി. അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുത് എന്ന് ആവശ്യപ്പെട്ടുള്ള വാർ പവർ റെസൊല്യൂഷൻ US ഹൗസിൽ 208-നെതിരെ 215 വോട്ടിന് പാസ്സായത് ഒരു സാധാരണ നിയമനിർമ്മാണ നടപടി മാത്രമല്ല, അത് വൈറ്റ് ഹൗസിന് നേരെയുള്ള രാഷ്ട്രീയ താക്കീതായി മാറിയിരിക്കുന്നു. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട വാർ പവേഴ്സ് റെസൊല്യൂഷൻ പ്രമേയമാണ് പാസ്സായത്. കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുത് എന്ന് ട്രംപ് ഭരണകൂടത്തോട് സഭ നിർദ്ദേശിച്ചു. പ്രമേയം ഇനി സെനറ്റിൻ്റെ പരിഗണനയ്ക്ക് വെക്കും. അവിടെയും പാസ്സായാൽ ട്രംപിന് അതിലും വലിയ രാഷ്ട്രീയ തിരിച്ചടി ഇനി കിട്ടാനില്ല. പ്രസിഡന്റിൻ്റെ യുദ്ധ അധികാരങ്ങൾക്ക് പരിധി വേണം എന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയുമാണ്. റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷമുള്ള സഭയിൽ 4 റിപ്പബ്ലിക്കൻ അംഗങ്ങളുടെ കൂടി പിന്തുണയോടെയാണ് പ്രമേയം പാസ്സായത്. സ്വന്തം പാളയത്തിലുള്ളവരും പ്രസിഡന്റിനെതിരെ വോട്ട് ചെയ്തു എന്നത് യുദ്ധത്തെക്കുറിച്ചുള്ള അസ്വസ്ഥത എത്രത്തോളം ആഴത്തിലാണ് US-ൽ എന്ന് വ്യക്തമാക്കുന്നു. യുദ്ധം ജയിക്കാനായോ അതോ യുദ്ധത്തിൽ കുടുങ്ങിയോ? എന്താണ് നടക്കുന്നത്? ഒരു 6 പോയിന്റുകളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത്, ഒരു യുദ്ധത്തിൻ്റെ വിജയം അളക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആക്രമണങ്ങളുടെ എണ്ണമോ ഉപയോഗിച്ച ആയുധങ്ങളോ കൊണ്ടല്ല യുദ്ധവിജയം അളക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൈവരിച്ചോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ വ്യക്തമായിരുന്നു: ഇറാന്റെ സൈനിക ശേഷിയെ ദുർബലപ്പെടുത്തുക, മേഖലയിൽ അമേരിക്കൻ ആധിപത്യം ഉറപ്പാക്കുക, ഇറാനെ രാഷ്ട്രീയമായി സമ്മർദ്ദത്തിലാക്കുക, അവിടെ പകരം ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരിക. മാസങ്ങൾ നീണ്ട ഏറ്റുമുട്ടലുകൾക്ക് ശേഷവും ചോദ്യം ബാക്കിയാണ്: ഇതിലെ എത്ര ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കൈവരിച്ചു? മാസങ്ങൾ നീണ്ട ഏറ്റുമുട്ടലിന് ശേഷവും ഇറാന്റെ ഭരണകൂടം അവരുടേതായി തന്നെ നിലനിൽക്കുന്നു. സൈനിക ശേഷിക്ക് നാശനഷ്ടമുണ്ടായെങ്കിലും ഇറാൻ ഇപ്പോഴും പ്രതിരോധ ശേഷി നിലനിർത്തുന്നു. നഷ്ടപ്പെട്ടത് വീണ്ടും കൈവരിക്കുകയും ചെയ്യുന്നു, തിരിച്ചു പിടിക്കുന്നു. പ്രാദേശിക സ്വാധീനം 1 ഇഞ്ച് പോലും നഷ്ടപ്പെട്ടില്ല. ഏറ്റവും പ്രധാനമായി അമേരിക്ക അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിജയവും ഈ യുദ്ധത്തിൽ നേടിയിട്ടില്ല എന്നതാണ്. ഇതുകൊണ്ടാണ് വിമർശകർ ഈ യുദ്ധത്തെ വിജയപ്രഖ്യാപനമില്ലാത്ത വെറും സൈനിക ഇടപെടൽ മാത്രമായി വിശേഷിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, കോൺഗ്രസിലെ വോട്ടെടുപ്പ് ചരിത്രപരമാകുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രസിഡന്റുമാർ യുദ്ധ സാഹചര്യങ്ങളിൽ പലപ്പോഴും കോൺഗ്രസിൻ്റെ പിന്തുണ തേടിയിട്ടുണ്ട് മുമ്പും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് വ്യത്യസ്തമാണ്. ട്രംപിൻ്റെ സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾ പോലും പ്രസിഡന്റിൻ്റെ യുദ്ധ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ. ഇത് വെറും നിയമപരമായ തർക്കമല്ല. യുദ്ധത്തിൻ്റെ ചെലവ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. യുദ്ധം ആരംഭിക്കുമ്പോൾ ട്രംപിനൊപ്പം നിന്ന സ്വന്തം പാളയത്തിലെ ആളുകൾ പോലും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അവസാനം എന്താണ് എന്ന്. ആ ചോദ്യത്തിന് വൈറ്റ് ഹൗസിന് ഇതുവരെ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇനി മൂന്നാമത്തേത്, അമേരിക്കയുടെ ചെലവിനെ കുറിച്ചാണ്. ആഭ്യന്തരമായി സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എന്താണ് സ്ഥിതി? ഔദ്യോഗിക കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ പ്രതിരോധ വിശകലന കേന്ദ്രങ്ങളുടെയും സൈനിക നിരീക്ഷകരുടെയും വിലയിരുത്തലുകൾ പ്രകാരം അമേരിക്ക ഇതിനകം തന്നെ ബില്യൺ കണക്കിന് ഡോളറുകളുടെ അധിക ബാധ്യത എത്തിയിരിക്കുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ഉപയോഗം, വിമാനവാഹിനി കപ്പലുകളുടെ വിന്യാസം, വ്യോമാക്രമണങ്ങൾ, സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ നടപടികൾ വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചു. അതിലും പ്രധാനം മറ്റൊരു കാര്യമാണ്: വില കൂടിയ ആയുധ ശേഖരങ്ങൾ ഉപയോഗിച്ച വേഗതയിൽ പുനർനിർമ്മിക്കാൻ
അമേരിക്കൻ പ്രതിരോധ വ്യവസായത്തിന് പെട്ടെന്ന് കഴിയുന്നില്ല എന്നുള്ളതാണ്. യുക്രൈൻ യുദ്ധവും മറ്റ് ആഗോള പ്രതിബന്ധങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ ഈ സമ്മർദ്ദം കൂടുതൽ സങ്കീർണമാകുന്നു. നാലാമത്തേത്, യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ദേശീയ സുരക്ഷയുടെ പേരിൽ ലഭിച്ച പിന്തുണയും ഇപ്പോൾ കിട്ടുന്നില്ലേ എന്നുള്ളതാണ്. അത് അതേ തോതിൽ നിലനിൽക്കുന്നില്ല എന്നാണ് വിവിധ സർവേകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ എല്ലാ യുദ്ധക്കൊതിയന്മാരും സ്വന്തം നാട് പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ഇറാൻ കാരണം അമേരിക്കക്ക് ഭീഷണിയാണ്, ഇസ്രായേലിന് ഭീഷണിയാണ് എന്നൊക്കെ അതത് രാജ്യങ്ങളിൽ പറയും. നെതന്യാഹു അവിടെയും പറയും. ഓരോ ഘട്ടത്തിൽ ഓരോന്നാണ് നെതന്യാഹു പറയുക. അവിടെ പലസ്തീൻ മൂലം ഭീഷണി, ഇപ്പോൾ ഇറാൻ മൂലം ഭീഷണി എന്നൊക്കെ പറയും. എല്ലാ യുദ്ധക്കുതിയന്മാരും അങ്ങനെയാണ് പറയുക. ട്രംപും US-ൻ്റെ നിലനിൽപ്പ് ഇറാൻ US-ന് ഭീഷണിയാണ് എന്നൊക്കെയുള്ള പ്രചരണമാണ് നടത്തിയിരുന്നത്. എന്നാൽ അതിൻ്റെ പേരിലുള്ള പിന്തുണയും ഇപ്പോൾ കുറയുകയാണ് ട്രംപിന്. അമേരിക്കൻ ജനതയ്ക്ക് മുന്നിലുള്ള പ്രധാന ആശങ്ക മറ്റു പലതുമായി മാറിയിരിക്കുന്നു. വിലക്കയറ്റം, ജീവിത ചെലവ്, തൊഴിൽ, ആഭ്യന്തര സാമ്പത്തിക സാഹചര്യം എന്നിവയ്ക്കായി മാറിയിരിക്കുന്നു. ഇതിനും ഈ ഇറാൻ യുദ്ധം ഒരു പരിധിവരെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി. ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ യുദ്ധം മൂലം കഴിയുന്നില്ല എന്ന് ജനം വിലയിരുത്തുന്നു. മാത്രമല്ല, അപരിഹാര്യമായി ആ പ്രശ്നങ്ങളെല്ലാം തുടരാൻ യുദ്ധം കാരണമായി നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ട്രംപിനെ പിന്തുണയ്ക്കുന്ന വോട്ടർമാരുടെ ഒരു വിഭാഗം തന്നെ വിദേശ സൈനിക ഇടപെടലുകളെ സംശയത്തോടെ കാണാൻ തുടങ്ങിയാൽ അത് ട്രംപിൻ്റെ രാഷ്ട്രീയ അടിത്തറയെ പിടിച്ചുലയ്ക്കും. ഇനി അഞ്ചാമത്തേത്, യുദ്ധവിരുദ്ധ വികാരം എന്തുകൊണ്ട് ഉയരുന്നു എന്നതാണ്. ഈ കാരണങ്ങൾക്കപ്പുറത്ത് ചില കാരണങ്ങളുണ്ട്. ഇറാഖും അഫ്ഗാനിസ്ഥാനും അമേരിക്കൻ സമൂഹത്തിന് നൽകിയ പാഠങ്ങൾ ഇപ്പോഴും അവരുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവസാനമില്ലാത്ത യുദ്ധങ്ങൾ, സാമ്പത്തിക ചെലവ്, അനിശ്ചിതമായ വിജയലക്ഷ്യം, ഇതൊന്നും ആവർത്തിക്കരുത് എന്നാണ് യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ വാദം. മാത്രമല്ല, അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെയും അത് ബാധിച്ചു തുടങ്ങി. ചെലവ്, യുദ്ധച്ചെലവ്, എണ്ണവില, ഇന്ധനവില, കൈമാറ്റത്തിലുള്ള അനിശ്ചിതത്വം, ഇന്ധനത്തിൻ്റെ അനിശ്ചിതത്വം, വ്യക്തമായ വിജയമില്ലാത്ത സാഹചര്യം ദീർഘകാല സംഘർഷത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക, ഇതെല്ലാം ജനത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇറാൻ യുദ്ധം നീളുന്നതോടെ ഈ വികാരത്തിന് പുതിയ ഊർജം ലഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസിലെ വോട്ടെടുപ്പ് ആ വികാരത്തിന് രാഷ്ട്രീയ അംഗീകാരം നൽകുന്ന സംഭവമായി മാറി എന്നാണ്. ഇനി ഈ സാഹചര്യത്തിൽ ട്രംപ് എന്തു ചെയ്യും? അതാണ് ആറാമത്തെ ചോദ്യം. കഴിഞ്ഞ ദിവസം ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ പച്ചത്തെറി വിളിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. അത് വെറുതെയല്ല. അതിന് പിന്നിലെ ട്രംപിൻ്റെ മാനസികാവസ്ഥ സ്ഥിരീകരിക്കുന്നതാണ് ഈ വോട്ടെടുപ്പ് ഫലം. US-നെ ഇറാൻ യുദ്ധം എന്ന ഊരാക്കുടുക്കിലേക്ക് തള്ളിയിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ വീണ്ടും വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നെതന്യാഹുവിനെ ഈ അവസ്ഥയിൽ എങ്ങനെ ട്രംപ് തെറി വിളിക്കാതിരിക്കും? അവസാന ഘട്ടത്തിൽ സമാധാന ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് ലബനനിൽ പോയി ഇസ്രായേൽ ഈ വെടിനിർത്തൽ ലംഘിച്ചത്. അതിനുശേഷമുണ്ടായ സാഹചര്യം ട്രംപിന് നിയന്ത്രിക്കാവുന്നതിന് അപ്പുറത്തേക്ക് പോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുവൈത്തിൽ US സേനയും ഈ ലബനനിൽ ഇസ്രായേലും നടത്തുന്ന ഈ തുടർച്ചയായ ആക്രമണങ്ങളുടെ തുടർച്ചയായിട്ട് കുവൈത്തിൽ അവിടുത്തെ അമേരിക്കൻ വ്യോമത്താവളത്തിൽ ഇറാൻ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇതിനുശേഷവും ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്നും ലക്ഷ്യങ്ങൾ ബാക്കി കിടക്കുകയാണ് എന്നുമുള്ള പ്രഖ്യാപനവുമായി നെതന്യാഹു നിരന്തരമായി രംഗത്ത് നിൽക്കുകയാണ്. CNBCക്ക് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്ന് നെതന്യാഹുവിനെ എതിരായ തെറി വിളിച്ചു എന്നുള്ള വാർത്തകളെ സ്ഥിരീകരിക്കും വിധത്തിൽ നെതന്യാഹു പ്രതികരിച്ചു. ട്രംപ് നെതന്യാഹുവിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചത് സംബന്ധിച്ചുള്ള ചോദ്യം ആണ് പ്രധാനം. നെതന്യാഹു ഇറാൻ സമാധാന ചർച്ചകൾക്ക് തടസ്സമാകുന്നതിൽ തനിക്ക് അസ്വസ്ഥതയുണ്ട് എന്ന് പറഞ്ഞ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഭ്രാന്തൻ എന്ന് വിളിക്കുകയായിരുന്നു. അത് പരാമർശിക്കുമ്പോഴാണ് ഇസ്രായേലിൻ്റെ നിലപാട് നെതന്യാഹു ആവർത്തിച്ചത്. ഇറാൻ US-നും ഇസ്രായേലിനും ഭീഷണിയാണ് എന്നും അവർക്കെതിരായ യുദ്ധം അനിവാര്യമാണ് എന്നുമാണ് നെതന്യാഹു നിലപാട് പറയുന്നത്. എന്നാൽ സ്വന്തം നാട്ടിൽ പോലും നിൽക്കക്കള്ളിയില്ലാതെ ട്രംപ് വമ്പൻ ദുരന്തത്തിൻ്റെ വക്കിലേക്ക് ഇപ്പോൾ എത്തുകയും ചെയ്തു. ഇനി എന്താണ് ട്രംപിൻ്റെ മാർഗം? സൈനിക സമ്മർദ്ദം തുടരുക എന്നത് ഒരു വഴിയാണ് ഇറാനുമേൽ, നെതന്യാഹുവിൻ്റെ വാക്കുകേട്ട്. എന്നാൽ രണ്ടാമതായി അതിൻ്റെ രാഷ്ട്രീയ ചെലവ് അടക്കം നിരന്തരം വർദ്ധിച്ചു വരുന്നു. അത് താങ്ങാവുന്ന സാഹചര്യം US-ലില്ല. അതോടൊപ്പം തന്നെ US-ൽ നിയമപരമായി അവിടുത്തെ ജനപ്രതിനിധി സഭയും ഇങ്ങനെ ഒരു ചെക്ക് വെച്ചതിൻ്റെ തുടർച്ചയായിട്ട് ട്രംപിന് പ്രതിസന്ധിയുണ്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നത്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ വിജയമായി പ്രഖ്യാപിക്കാൻ ഒരു പിടിവള്ളി വേണ്ടിവരും എന്നതാണ് പ്രശ്നം. ഈ ഇരുവഴികളും ട്രംപിന് രാഷ്ട്രീയ വെല്ലുവിളികളാണ്. US-ൻ്റെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലെ തിരിച്ചടി ട്രംപിനെ സംബന്ധിച്ച് നിർണായകമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. സ്വന്തം ക്യാമ്പിലെ 4 റിപ്പബ്ലിക്കന്മാരും എതിർത്തു എന്നത് ചില്ലറ കാര്യവുമല്ല. 208-208-നെതിരെ 215 വോട്ടിന് പരാജയപ്പെടുന്ന സാഹചര്യം അമേരിക്കൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഒരു മുന്നറിയിപ്പ് ട്രംപിന് മുന്നിൽ വെക്കുകയാണ്. യുദ്ധം തുടരാനുള്ള പ്രസിഡന്റിൻ്റെ അധികാരത്തെയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ പോലും ഭിന്നത പ്രകടമാകുന്നത് വെറുതെയല്ല. യുദ്ധവികാരം ശക്തിപ്പെടുന്നു, സാമ്പത്തിക ആശങ്കകൾ വർദ്ധിക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇറാനെതിരായ സൈനിക നീക്കം
നീക്കം ട്രംപ് പ്രതീക്ഷിച്ച രാഷ്ട്രീയ നേട്ടം നൽകുന്നില്ല. ഇപ്പോൾ ചോദ്യം ഇറാനെ തോൽപ്പിക്കാനാകുമോ എന്നതല്ല, അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വളരുന്ന എതിർപ്പിനെ മറികടന്ന് ഈ യുദ്ധം തുടരാൻ ട്രംപിന് കഴിയുമോ എന്നതായി മാറി. ആ ചോദ്യത്തിനുള്ള ഉത്തരം വരും ആഴ്ചകളിലും മാസങ്ങളിലുമായി അമേരിക്കൻ കോൺഗ്രസും പൊതുജനാഭിപ്രായം ചേർന്നാകും നിർണ്ണയിക്കുക. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.